आदतें ये नहीं आदतें तुम जो आए हो लाए हो दिल मेरा ആൻഡമാനിൽ വന്നിട്ട് ഡിഗ്ലിപ്പൂരിലേക്ക് ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാട്ടോ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ്. എന്തൊരു ബ്യൂട്ടിഫുൾ ഐലൻഡ് അല്ലേ. അപ്പോൾ ഈ ഐലൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്ത വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. റൂമിൽ നിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇതാ നമ്മളാണ് ആദ്യം എത്തിയിരിക്കുന്നത്, വേറെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ എത്തിയ അനുസരിച്ചിട്ട് ബോട്ട് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ബോട്ടിന് 2000 രൂപയാണ്. 2000 പറയാൻ കാരണം ഒരു ബോട്ടിന് 4000. അപ്പോൾ അത് ഒരാൾ പോയാലും രണ്ടാൾ പോയാലും ഒക്കെ 4000 തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ഈ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെയാണ് നമ്മുടെ ബോട്ടുകൾ. നമ്മളെ ഇറക്കിയ ബോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇനി 3 മണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടാവും. ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് ബോട്ട് നമ്മളെ തിരിച്ച് വിളിക്കാൻ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സ്മിത്ത് ഐലൻഡ്, അതാണ് റോസ് ഐലൻഡ്. ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ഒരു ബീച്ച് ഏരിയ. ഇവിടെയാണ് നമുക്ക് കരയായിട്ടുള്ളൂ. ബാക്കി 2 ഐലൻഡിലേക്ക് നമുക്ക് കയറണമെങ്കിലും അവിടെ ഫീ കൊടുത്തിട്ടാണ് കയറേണ്ടത്. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ചാർജ് അവർ നിശ്ചയിച്ചിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് ആ ഐലൻഡ്സ് പോയി കാണാം. ഇതാണ്. അപ്പോൾ ഈ വാട്ടർ തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഒരു സംഭവം. കണ്ടില്ലേ, നമുക്ക് അടിയിൽ ആ സാൻഡ് വരെ കാണാം. കുറേ ദൂരം, ആ ദൂരം എത്തിയപ്പം തന്നെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. നടന്ന് ഒരുപാട് ദൂരേക്ക് പോകാം. പിന്നെ ചെറിയ ഓളം പോലത്തെ തിരയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇത് കണ്ടോ, 2 സൈഡിലും ഫുൾ ബ്ലൂ സീ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു നീളത്തിലുള്ള ഒരു ജസ്റ്റ് ഒരു സാൻഡിൻ്റെ ഒരു ഏരിയ മാത്രമാണ് ഈ കാണുന്നത്. എല്ലായിടത്തും 2 സൈഡിൽ കടല. നമ്മൾ പല ഫിലിംസിലും സോങ് സീനിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സാൻഡ് കണ്ടിട്ടുണ്ട്, 2 കടലിൻ്റെ നടുക്കൂടെ ഒരു നീലൻ വര പോലെ. അപ്പം അതിലൂടെയാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കാണണമെങ്കിൽ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ് ആൻഡമാനിലേക്ക് വന്നാൽ മതി. जिंदगी आधी है दिन वो क्या जो न तू साथी है तूने जो हाथ ये थामा है राह में रोशनी ला दी है बदलो ना तुम कभी റോസ് ഐലൻഡ്. റോസ് ഐലൻഡിൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. അതായത് സ്വിമ്മിങ്ങോ അങ്ങനത്തെ ഹട്ട്സോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ പ്യുവറായിട്ട് ഈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി ചെന്ന് നമുക്കവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബീച്ച് തന്നെ ഈ വേറൊരു സൈഡിലേക്ക് നമുക്ക് ഇതിലൂടെ ഇറങ്ങാൻ പറ്റും. നമ്മൾ ഈ നീല സീ എൻജോയ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കൊന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഈ പുതിയ ആളുകളെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ സാൻഡ് കംപ്ലീറ്റ് ഇവരാണ്. ഒരുപാട് കാണാൻ നമുക്ക് നല്ലൊരു പുതിയ കാഴ്ചയാണ് നമുക്കിത്.
അപ്പം നേരെ ഓപ്പോസിറ്റുള്ള സ്മിത്ത് ഐലൻഡിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഈ പറയുന്ന സ്വിമ്മിങ് ഏരിയ ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇവർ ഹട്ട്, പിന്നെ നമുക്ക് ടീ സ്റ്റോള്, ഡ്രസ് ചേഞ്ചിങ് റൂംസ്, പിന്നെ സ്വിമ്മിങ് ഏരിയ, ഇതെല്ലാം ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് മാനുകളുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കാം. പക്ഷേ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് അടുത്തേക്ക് പോയാൽ ഇവർ ഓടി പോകുന്നില്ല, ഇവർ നിന്ന് തരും. ഈ ടൂറിസ്റ്റിനെ കണ്ട് ശീലമായിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ സൂലല്ലാണ്ട് ഒരു മാനിനെ തൊടുന്നത്. നേരിട്ടിട്ട് ഇത് ഓടുന്നൊന്നുമില്ല. എൻറ്റയർ പോർട്ട് ബ്ലെയറിൽ എവിടെയും നമുക്ക് സ്വിമ്മിങ് അലൗഡ് അല്ല. ഞാൻ അന്ന് പറഞ്ഞ ആ ക്രോക്കഡൈൽ ഇഷ്യൂ കൊണ്ട്. അപ്പോൾ നമുക്ക് ആകെ പോർട്ട് ബ്ലെയറിൽ വന്നു കഴിഞ്ഞാൽ ഹാവ്ലോക്ക് അല്ലാണ്ട് നമുക്ക് സ്വിമ്മിങ് ഒരു അവസരം കിട്ടുന്നത് ദിഗ്ലിപ്പൂർ വന്നിട്ടുള്ള ഈ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിലാണ്. ഹാവ്ലോക്കിൻ്റെ വാട്ടർ പോലും കുറച്ച് കഴിയുമ്പം ചളിവെള്ളം വരും മൺസൂൺ സീസൺ ആകുമ്പോഴേക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അതില്ല, ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല കട്ട ഉപ്പാണ്. പിന്നെ ഇവിടെ കണ്ടില്ല ഇത്തിരി ഹട്ട് ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം, ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം ഒക്കെ ഈ ഐലൻഡിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പോൾ നമ്മൾ ആദ്യം വന്ന ബോട്ട് 4000 രൂപ കൊടുത്ത് നമ്മൾ വരുന്ന ബോട്ട് ഇൻ കേസ് നമുക്ക് 3 മണിക്കൂർ മതിയായില്ല എന്ന് വെച്ചാലും കുഴപ്പമില്ല, പിന്നെയും ബോട്ട് വെറുതെ കയറിപ്പോകും. എക്സ്ട്രാ 500 കൊടുക്കണമെന്നേ ഉള്ളൂ. ടൈം ലിമിറ്റ് ഒന്നുമില്ല, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വെള്ളത്തിലാണ് നമ്മൾ സ്വിം ചെയ്യേണ്ടത്. നമുക്ക് സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ തീർക്കണത്. ആ അറ്റം വരെ നമുക്ക് നടക്കാം, ചെറിയ ആഴേ ഉള്ളൂ, തിര വളരെ നോർമൽ തിരയാണ്. സോ ഇതൊരു സ്വിമ്മിങ് ബീച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ക്രോക്കഡൈലില്ല. ഇപ്പം ഈ കാണുന്ന റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിൽ റോസിനെയും സ്മിത്തിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളിതാ ഈ കാണുന്നൊരു സാൻഡ് ഏരിയ അല്ലേ. ഇതിപ്പോൾ ലോ ടൈഡാണ്, 2 കടലും പുറകോട്ട് വലിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഹൈ ടൈഡ് ഏരിയ ടൈം ആകുമ്പോൾ ഇതൊരൊറ്റ കടൽ പോലെ മേലോട്ട് കയറി വരും. ആ സമയത്ത് നമുക്ക് ഈ 2 ഐലൻഡ് തമ്മിൽ കണക്ഷൻ ഇല്ലാത്ത പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ലോ ടൈഡ് ഏരിയയിലാണ് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടെ അലൗഡ്. 2 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബോട്ടൊന്നും കൊണ്ടുവരുന്നില്ല. രാവിലെ ഒരു 7 മണി തൊട്ട് 2 മണീൻ്റെ ഉള്ളിൽ നമ്മളിങ്ങോട്ട് വരണം. റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഡ്യൂൺസ് ഹൈ ടൈഡിൽ കവറായി തുടങ്ങി. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ ഡ്യൂൺസിനെ ക്രോസ് ചെയ്ത് അപ്പോഴത്തേക്ക് പോകാൻ പറ്റില്ല. വെള്ളം കംപ്ലീറ്റ് വേലിയേറ്റം എന്ന് പറയുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ഇങ്ങനെ വരും. ഇതാണ് ആ സ്ഥലം. എന്നാൽ ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ. ഇത് ഇനി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് കവറാവുകയും ചെയ്യും. അപ്പം നമ്മൾ ദിഗ്ലിപ്പൂരിൽ നിന്ന് റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡിലേക്ക് പോകാൻ വന്ന് നമ്മൾ ഓൾറെഡി ഷിപ്പ് ഇറങ്ങി അതേ ബോട്ട് ജെട്ടിൻ്റെ ഒരു അടുത്ത പോർഷനിലാണ് കേട്ടോ. ഈ കാണുന്ന ബോട്ടൊക്കെ റോസ് ആൻഡ് സ്മിത്തിലേക്ക് ടൂറിസ്റ്റിനെ കൊണ്ടുപോകാനുള്ളതാണ്. സാധാരണ 15 to 20 മിനിറ്റ്സ് ആണ് ഇവിടുന്ന് ഐലൻഡിലേക്ക് എത്തുക. പക്ഷെ നമ്മളീ പോയത് കൂട്ടത്തിൽ ഏറ്റവും സ്പീഡ് ബോട്ടാണ്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തി. തിരിച്ചു വരുമ്പോഴും അവർ ടൈമർ സെറ്റ് ചെയ്തിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്തി. വളരെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു ഐലൻഡിൽ ചെന്നിട്ട്. അപ്പോൾ ഈ ബോട്ട് യാത്രയും ഈ സ്പീഡ് ബോട്ട് യാത്രയും ഭയങ്കര ത്രില്ലിങ് ഒരു യാത്രയാണ് കേട്ടോ. ഈ ഐലൻഡ് ഫുള്ള് കണ്ടുകൊണ്ടുള്ളൊരു അടിപൊളി യാത്ര. നമ്മൾ റോസ് ആൻഡ് സ്മിത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ 2 പേർക്ക് ഒറ്റക്കൊരു ബോട്ടാണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ആൾക്കാർ അടുത്ത ടൂറിസ്റ്റുകൾ വെയിറ്റ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് പോവാം. അപ്പം 4000 രൂപയാണ് ബോട്ടിനായത്. അപ്പം 3 അവറാണ് നമുക്ക് അവിടെ കിട്ടുക. പക്ഷേ നമ്മളൊരു 1 അവർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനൊരു എക്സ്ട്രാ 500 രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒക്കെ വന്നപ്പോൾ നമ്മൾ ലേറ്റ് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ടോട്ടൽ പ്രോസസ്സിന് നമുക്കായ കോസ്റ്റ് എന്ന് പറയുന്നത് 4500 രൂപയാണ് കേട്ടോ. റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ് നമുക്ക് കാണാനുള്ളത് മോർണിംഗ് 6 to ആഫ്റ്റർനൂൺ 2 o'clock വരെയാണ് കൗണ്ടർ ഓപ്പൺ ആവുക. ടിക്കറ്റ് എടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ പെർമിഷൻ സൈൻ ചെയ്ത് വാങ്ങണം. സൺഡേസ് ഇല്ല എന്നാണ് പറയുന്നത്, അത് നേരിട്ട് അന്വേഷിക്കണം. നമ്മളെന്തായാലും സൺഡേ അല്ല വന്നത്. പിന്നെ ഇത് ചുറ്റും ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് ഈ ഐലൻഡ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് പെർമിഷൻ മസ്റ്റാണ്. അപ്പോൾ ഞങ്ങളൊരു 7 മണിക്കാണ് എത്തി. ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് തന്നെ ബോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 2 o'clock വരെ നമുക്ക് വിശാലമായി പോവാം. ലാസ്റ്റ് ബോട്ട് 4 മണി വരെ എന്നാണ് പറഞ്ഞത്.
ആൻഡമാനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ വേണ്ടി മാത്രം ഡിഗ്ലിപൂരിലേക്ക് വരണം കേട്ടോ. കാരണം ആൻഡമാനിൽ ഒരുപാട് വേറെ ഐലൻഡ്സ് ഉണ്ടെങ്കിലും ഇത്രയും ആളൊഴിഞ്ഞ് ഒരു തീരെ ക്രൗഡഡ് അല്ലാത്ത ഒരു ഐലൻഡ് നമുക്ക് കാണാൻ കിട്ടില്ല. പിന്നെ എന്തൊരു ഭംഗിയാണ് ഇവിടുത്തെ ആ ഒരു സാൻഡ് കണക്ഷനും, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ കഴിഞ്ഞേരെ നമ്മളെ ഹോട്ടലിലൊക്കെ ഉള്ള കുറച്ച് ടൂറിസ്റ്റുകളാണ് വന്നത്. അപ്പോൾ ലീസ്റ്റ് എക്സ്പ്ലോർ സ്ഥലം എന്നാണ് നമുക്ക് തോന്നിയത്. കണ്ടോ, ഏകദേശം ഹൈറ്റായിട്ട് സമയമായി. ഇപ്പം തന്നെ കണ്ടില്ലേ, ആ നമ്മൾ ഇത്രയും നേരം നടന്ന ആ സാൻഡൊന്നും ഇല്ല, അതാകെ നേരമായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരൊറ്റ കടലായി മാറും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് പോവാണ്, നമ്മളെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻഡമാനിലെ ഈ റോസ് ആൻഡ് സ്മിത്ത് ഐലൻഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ആൻഡമാനിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐലൻഡ് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ആൻഡമാൻ വിശേഷമായി കാണുന്നവരെ ഇറ്റ്സ് അസ് സൈനിങ് ഓഫ് അപർണ ആൻഡ് അജ്മൽ. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കരിക്കാണ്. നമ്മളിപ്പോൾ ഡിഗ്ലിപൂർ ആൻഡമാനിൽ വാങ്ങിയ കരിക്കാണ്. കരിക്കിൻ്റെ ഒരു വലുപ്പം കണ്ടില്ലേ, എൻ്റെ മുഖത്തിൻ്റെ അവിടെ വെക്കുമ്പോൾ